മണ്ട കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മണ്ട കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റ് പോക്കോ ഗെയിമർ എന്ന ചാനലിലാണ്. ആമ്പിൻ്റെ അകത്ത് LED ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ, ഭംഗിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരുമോ? ഉത്തരം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ പേർക്ക് ഉത്തരം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് അതിൽ വന്നത്. അപ്പോൾ ആമ്പിൻ്റെ ഉള്ളിൽ LED ലൈറ്റ് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്ട്രിപ്പ് വെക്കാം, അല്ലെങ്കിൽ ആംപ്ലിഫയർ ബോർഡിന് മുകളിൽ സെക്ഷൻ ബൈ സെക്ഷൻ LED ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രീ സെക്ഷൻ ഓൺ ആയിട്ടുണ്ട്, അതിൽ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു LED ബോർഡിന് മുകളിൽ. ബേസ് ട്രബിൾ, അതേപോലെ പവർ ഔട്ട്പുട്ട്, അങ്ങനത്തെ ഓരോ സെക്ഷനും LED കൊടുക്കാം. അതുകൂടാതെ വേണമെങ്കിൽ റണ്ണിങ് ലൈറ്റോ ബ്ലിങ്കിങ് ലൈറ്റോ അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് കത്തി നിൽക്കുന്ന ബ്ലൂ, റെഡ്, ഗ്രീൻ ഏത് വേണമെങ്കിൽ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ ആ PC-കളിലൊക്കെ ഒരു ക്യാബിനറ്റിനുള്ളിൽ വരുന്നുണ്ടില്ലേ, ഒരു കണ്ണൂർ ബസ് പോലുള്ള PC-കൾ ഇഷ്ടം പോലെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് ആ ടൈപ്പ് ആംപ്ലിഫയർ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിനൊരു സ്വിച്ച് മറ്റോ വെച്ചാൽ മതി. നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ടാത്തൊരു സമയത്ത് അത് ഓഫ് ചെയ്തിടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു LED ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ല. എങ്ങനെ വെക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, എത്രത്തോളം വെക്കണം എന്നുള്ളത്. അടുത്ത കമൻറ്റ് അമൽ KJ എന്നാളാണ്. 12 വോൾട്ട് SMPS ഫുൾ ടൈം ഓണാക്കി ഇടുന്നത് കുഴപ്പമുണ്ടോ? ഫുൾ ടൈം ഓണാക്കി ഇടേണ്ട ആവശ്യം എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ വല്ല LED ലൈറ്റോ അല്ലെ വേറെ എന്തോ കത്തിച്ച് വെക്കാനോ അല്ലെ വേറെ എന്തോ ഫുൾ ടൈം യൂസ് ചെയ്യുന്ന എന്തോ സാധനത്തിനായിരിക്കും. ആംപ്ലിഫയർ ആണെങ്കിലും ശരി, ഫുൾ ടൈം യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കത്തിച്ചിടുന്നതിന് എന്താ കുഴപ്പം? ഇപ്പോൾ ഈ ലൈറ്റ് നിങ്ങൾ നോക്കുക, ബ്ലൂ ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ബ്ലൂ ലൈറ്റ് ഞാൻ ഇവിടെ രാവിലെ ഇപ്പോൾ ഈ ഫുൾ റൂമിലുള്ള മെയിൻ ലൈറ്റ് ഓൺ ആയി കഴിയുമ്പോൾ അതിലേക്കുള്ള എല്ലാ കണക്ഷനും കൂടി ഒറ്റൊന്നാണ്. അപ്പോൾ അത് ഓൺ ആയി കഴിയുമ്പോൾ ഈ ബ്ലൂ ലൈറ്റ് ഓണാവും, അതുപോലെ ആ യെല്ലോ ലൈറ്റ് ഓണാവും, ഇവിടെ സൈഡിലുള്ള സറൗണ്ട് കൊടുത്ത എല്ലാ ലൈറ്റും ഓണാവും. ഇത് രാവിലെ ഓണായാൽ രാത്രി ഞാൻ ഏകദേശം 2 മണി, ഒരു 1:30-2 മണിയാകുമ്പോൾ ഓഫ് ചെയ്യുന്നത്. ആ സമയം വരെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. എത്ര ദിവസങ്ങളായി, എത്ര മാസങ്ങളായിട്ട് അത് അങ്ങനെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതങ്ങനെ കത്തിച്ച് കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നെ അഭിപ്രായം. അടുത്ത നമ്മുടെ ഷാമിൽ മുഹമ്മദ് എന്ന ആളുടെയാണ്. അപ്പോൾ സബ്ബൂഫർ ബോർഡിലെ ഇൻപുട്ട് ഔട്ട്പുട്ട്സ് എങ്ങനെ അറിയാം? ആ സബ്ബൂഫർ ബോർഡ് ഏതാണെന്നാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ അതാ ഒരു സബ്ബൂഫർ ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഒരു സബ്ബൂഫർ ബോർഡാണ് ഈ കാണുന്നത്. കുറേ പഴയ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചാണ്. ഈ ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ അസംബിൾഡ് ബോർഡാണ്. ഇതിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് എവിടെ കൊടുക്കേണ്ടത്, ഔട്ട് എവിടെ കൊടുക്കേണ്ടത്, വോൾട്ടേജ് എവിടെ കൊടുക്കേണ്ടത് ഒക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ മനസ്സിലാവും. അതേസമയം ഒരു ഫുൾ ബോർഡാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഹോം തിയേറ്ററോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും തരം ഒരു ഫുൾ ബോർഡ്, അതിപ്പോൾ ഒരുപാട് ചാനൽസ് ഉള്ള ഒറ്റ ബോർഡിലാണ് സബ്ബൂഫറിൻ്റെ സെക്ഷൻ ഉള്ളതെന്ന് വിചാരിക്കുക. അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള വഴി പറയാം. ഒന്ന്, ഇൻപുട്ട് സബ്ബൂഫറിലേക്ക് ഉള്ള സിഗ്നൽ കൺട്രോൾ ആയിട്ട് ഇൻപുട്ട് എവിടെ കയറുന്നത് അതുവഴി ട്രേസ് ചെയ്ത് പോകാം. രണ്ടാമത്തത് സബ്ബൂഫറിൻ്റെ സ്പീക്കർ എവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ആ ഔട്ട്പുട്ട് സെക്ഷൻ ഏതാണ് നോക്കിയിട്ട് ട്രേസ് ചെയ്ത് വരാം. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഈ സർക്യൂട്ടിൻ്റെ ഒരു ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ അതിൽ ഏത് സർക്യൂട്ടാണോ ഉള്ളത് അതിനെ ആശ്രയിച്ചിരിക്കും. മനസ്സിലായില്ല? ഇപ്പോൾ 2030 ഇൻപുട്ട് ആയിരിക്കില്ല ഈ ഇപ്പോൾ കാണിച്ച ട്രാൻസിസ്റ്റർ ബോർഡിനുള്ളത്, അതായിരിക്കില്ല STK ഉള്ളത്. അങ്ങനെ ഓരോന്നിനും ഓരോ തരം ഇൻപുട്ട് സെക്ഷനാണ് ഉണ്ടാവുക, ഓരോ തരത്തിലുണ്ടാവുക. അത് അവിടെ എങ്ങനെയാണോ അവിടെ ബോർഡിൽ കയറുന്നത് അത് കണ്ടെത്തേണ്ടത് ആ ബോർഡിൽ തന്നെയാണ്. എങ്ങനെയാണോ ആ കമ്പനി ആ സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ അതിൻ്റെ ഇൻപുട്ട് ഉണ്ടാവുക. നമ്മൾ കണ്ടുപിടിക്കാൻ ഈ 2 ഓപ്ഷനാണ് ഞാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ വഴി. അടുത്ത കമൻറ്റ് ഹിഷാം മുഹമ്മദ്, MHD മുഹമ്മദ് ആയിരിക്കാം. അപ്പോൾ മുഹമ്മദ് എന്ന ആളുടെ കമൻറ്റാണ്. സ്പീക്കർ റബ്ബർ എഡ്ജ് കീറിയാൽ പ്രശ്നമുണ്ടോ? ഇതൊരു സബ്ബൂഫർ, ചെറിയ സബ്ബൂഫറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ റബ്ബർ എഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫോമാണ്. അപ്പോൾ ഈ ഫോം കീറിയാൽ കുഴപ്പമുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഈ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ എന്നാൽ സബ്ബൂഫറിൻ്റെ ആ കോണിനെ അവിടെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതും ഇതിനകത്തുള്ള എയർ വോളിയം കറക്റ്റായിട്ട് സീൽ ചെയ്ത് വെക്കുന്നതും ഈ കൂടിയാണ് ഈ കോൺ ചെയ്യുന്നത്. കറക്റ്റായിട്ട് സീൽ ചെയ്ത് വെക്കും. അതായത് ഈ കോണൊന്ന് കയറി കഴിഞ്ഞാൽ ഇതിലൂടെ എയർ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ ട്യൂൺ ചെയ്ത ഫ്രീക്വൻസിക്ക് മാറ്റം വരും. ചിലപ്പോൾ പതറിച്ച അതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കീറിയ കോൺ വെച്ച് ഉപയോഗിക്കുന്നത്. കോണ് വാങ്ങാൻ ചിലത് കിട്ടില്ല പെട്ടെന്ന് ഓപ്പൺ മാർക്കറ്റിൽ, ചിലത് ഓൺലൈനിലും കിട്ടില്ല. അങ്ങനെയുള്ളതിന് മൊത്തം പേപ്പറും മാറ്റി വെക്കേണ്ടി വരും. അതല്ലാത്ത കോൺ കിട്ടുന്നതാണെങ്കിൽ ആ കോൺ മാറ്റി വെച്ചാൽ ആ പ്രശ്നം കഴിഞ്ഞു. പക്ഷേ കീറിയതുകൊണ്ട് കുഴപ്പമുണ്ടോ വെച്ചാൽ അത് കുഴപ്പം തന്നെയാണ്. അത് സറൗണ്ടിന് അതിൻ്റെതായ ആവശ്യമാണ്, അത് കീറാൻ പാടില്ല. അത് കീറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി തന്നെ വേണം. അടുത്ത കമൻറ്റ് ഫ്രെഡി KE എന്നാളുടെയാണ്. ഇങ്ങനെ ആക്കി ചെയ്യാൻ എത്ര രൂപ ആകും? അതായത് ഇനി 5.1 ഹോം തിയേറ്റർ ടു HDMI ആൻഡ് ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മളുണ്ടാക്കിയ ഷോർട്ട് വീഡിയോ ആണ്. അത് അതിൻ്റെ വലിയ വീഡിയോയിൽ ആ ഹോം തിയേറ്റർ സർവീസിങ് കാണിച്ച ആ വീഡിയോയിൽ അതിനെപ്പറ്റി ഞാൻ പറയുണ്ടായി. അതായത് ഇപ്പോൾ സാധാരണ ഒരു ഹോം തിയേറ്ററിലേക്ക് നമുക്ക് ഒരു HDMI കിറ്റ് ഉണ്ടെങ്കിൽ HDMI ഓപ്റ്റിക്കലോ ഏതെങ്കിലും തരം കിറ്റ്, അത് എന്തെങ്കിലും തരം ഓഡിയോ റഷ് ആയാലും ശരി. ഓഡിയോ റഷ് എങ്ങനെയാണോ കൊടുക്കുന്നത്, ഓഡിയോ റഷിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ടിൽ 6 ഔട്ട്പുട്ടോ അല്ലെ 7.2 ആണെങ്കിൽ 8 ഔട്ട്പുട്ട് അങ്ങനെ വന്നിരിക്കും. അപ്പോൾ അതെടുത്ത് നമ്മൾ ഏതാണോ നമ്മൾ ആംപ്ലിഫയറിൽ 7.1 ആണ് ആംപ്ലിഫയർ എങ്കിൽ അതിലേക്ക് നേരിട്ട് അനലോഗ് ഇൻപുട്ട് കൊടുക്കാം. ഇതേ സംഭവം തന്നെ നമ്മൾ ഏതെങ്കിലും ഒപ്റ്റിക്കൽ കിറ്റ് നമ്മളൊരു ചെറിയ ഡെക്കിൽ കയറ്റി അതിൻ്റെ ഔട്ട്പുട്ട് ആ ബോർഡിൽ ഉണ്ടാവും. അതെടുത്തിട്ട് നമ്മൾ ബാക്കിൽ ഒരു സോക്കറ്റ് ഉണ്ടാക്കുക.
ഇപ്പോൾ 5.1 ആണെങ്കിൽ 6 സോക്കറ്റ് ഇതിലേക്ക് ആ കണക്ഷൻസ് കൊടുത്ത് വെക്കുക. നമ്മളെടുത്ത് ഈ ഹോം തിയേറ്ററിൻ്റെ ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ അത് പ്രാക്ടിക്കലായി ചെയ്യാം, ഞാൻ ചെയ്ത് കാണിക്കാം. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടേ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ചെയ്യാൻ എത്ര ചിലവാകുമെന്ന് ചോദിച്ചാൽ ആ HDMI കിറ്റ് നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അതും അതിൻ്റെ ക്യാബിനറ്റ്, അതിൻ്റെ പവർ സപ്ലൈ അതൊക്കെ പാടെ കൂടിയിട്ടാണ് അതിൻ്റെ ചിലവ്. അപ്പോൾ ഞാനന്ന് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു 5 രൂപയുടെ താഴെ വരുമെന്ന് പറഞ്ഞത് ഒരു 3 സംതിങ്ങിൻ്റെ കിറ്റും ഒരു ക്യാബിനറ്റും അതിലുള്ള ട്രാൻസ്ഫോമർ ഏതാ സപ്ലൈ എടുക്കുന്ന SMBS ഏതാ വെച്ചാൽ ഇതെല്ലാം കൂടെ കൂടിയിട്ട് സോക്കറ്റും ആക്സറീസും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ചിലവ് ഒരു 5 രൂപയുടെ താഴെ നിൽക്കുന്നു ഞാനൊന്ന് പറയണ്ടായി. നിങ്ങൾക്ക് കൂടി കിറ്റ് എടുക്കുമ്പോൾ അതിൻ്റെതായ വില വരും. നമ്മൾ ഈ ബ്ലൂടൂത്ത് പ്രിയാമ്പ് ഉണ്ടാക്കുന്നില്ലേ, അതെന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ക്യാബിനറ്റിനകത്ത് കയറ്റാതെ പുറമെ കൂടി എക്സ്റ്റേണലി ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ട്പുട്ട് എടുക്കുന്നു. സെയിം സംഭവം തന്നെ നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നു. അടുത്ത നമ്മുടെ മായ സുരേഷ് 669 എന്ന ചാനലിൻ്റെയാണ്. സാർ, ഷോർട്ട് കീ ഡയോഡും സാധാരണ ഡയോഡും എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ ഈ ഷോർട്ട് കീ ഡയോഡും ഈ സാധാരണ ഓർഡിനറി റെക്ടിഫയർ ഡയോഡും രണ്ടും വ്യത്യസ്തമായ ആവശ്യങ്ങൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടും വ്യത്യസ്തമായ ഉപയോഗങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ അതായത് ഒരു സാധാരണ നമ്മളെ ലൈൻ ഫ്രീക്വൻസി ഉള്ള ഒരു AC റെക്ടിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ 4007 ഉപയോഗിക്കുന്നു. നമ്മൾ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് SMBS അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഉള്ള പവർ സപ്ലൈയുടെ SM ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഹൈ സ്വിച്ചിങ് സ്പീഡുള്ള ഹൈ സ്പീഡിൽ സ്വിച്ച് ചെയ്യുന്ന ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് DC ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഷോർട്ട് കീ ഡയോഡ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഷോർട്ട് കീ ഡയോഡിന് ഈ ഫ്രീക്വൻസി ഹൈ സ്പീഡ് ഫ്രീക്വൻസി കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്, അത് തന്നെ മറ്റേതിനില്ല. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള മാർക്കിംഗ്, ഇപ്പോൾ റെക്ടിഫയർ ഡയോഡ് സാധാരണ റെക്ടിഫയർ ഡയോഡ് 1N4001 4007 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തരം കോഡിൽ വരുന്നതായിരിക്കും. അതേസമയം ഷോർട്ട് കീ ഡയോഡ് വരുന്നത് നമുക്ക് SB അങ്ങനെയൊക്കെയുള്ള കോഡുകളിലായിരിക്കും അത് തുടങ്ങുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയുള്ള ഏതെങ്കിലും തരം കോഡ്, വേറെയും പലതരം കോഡുകളുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കിട്ടുക SF, SB, FR അങ്ങനത്തെ ആ ഒരു തരം ഫ്രീക്വൻസി ഓരോ തരം കോഡുകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് കീ ഡയോഡ് അറിഞ്ഞാണോ ഏതാ ഡയോഡ് ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ ആ നമ്പർ കോഡ് ഏതാന്ന് നോക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ ഫുൾ ഡാറ്റ. അടുത്ത നമ്മുടെ അശ്വന്ത് KP എന്ന ആളുടെയാണ്. ബ്രോ, ഒരു ആംപ്ലിഫയർ ഓഡിയോ ഔട്ട്പുട്ട് RCA സോക്കറ്റ് വഴി എങ്ങനെ ആണ് സെറ്റ് ചെയ്യുന്നത്? സ്പീക്കർ ഔട്ട് അല്ല, എക്സ്ട്രാ ആംപ്ലിഫയർ കൊടുക്കാൻ ഔട്ട് പ്രീ എങ്ങനെ സെറ്റ് ചെയ്യും? പ്ലീസ് മൺഡേ കമൻറ്റ് ബോക്സിൽ എപ്പിസോഡിൽ പറയും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു സംശയമാണ് ഞാൻ പറയുമല്ലേന്ന്. കാരണം 10 കമൻസിനകത്ത് ഇത് നറുക്കിട്ട് കിട്ടണമല്ലോ. അതുകൊണ്ടാണ് എല്ലാവരും പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഇത്രയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത്. കഴിയുന്നത് നമ്മൾ ശ്രമിക്കുന്നുണ്ട്, മാക്സിമം അതിൽ റിപ്ലൈ ചെയ്യും. ചില ഒരു കോമൺ ചോദ്യമൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഈ മൺഡേ കമൻറ്റ് ബോക്സിൽ പറയുള്ളൂ, മറ്റേതൊക്കെ അതിൽ തന്നെ ഉത്തരം പറയുക. അപ്പോൾ അതിൽ ഇത് ഇപ്പോൾ ഒരു ആംപ്ലിഫയർ ആണെന്ന് വിചാരിക്കുക. ഇതൊരു കാർ ഓഡിയോ നമ്മളൊരു ചെറിയ ഷോർട്ട്സ് ചെയ്തതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിലൊരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് പ്രീ ഔട്ട് ഏത് വേണം നിങ്ങൾക്ക്, അതായത് സബ് ഔട്ടായിട്ട് വേണോ, അല്ലെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് വേണോ, കൺട്രോൾഡ് വേണോ, അല്ലെങ്കിൽ വോളിയം കൺട്രോൾ ഇല്ലാതെ ഫുൾ ലൈൻ ഔട്ടായിട്ട് വേണോ, ഏത് തരത്തിൽ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നമുക്കിവിടെ വേണമെങ്കിൽ ഓപ്പ് ആമ്പുകൾ ഉപയോഗിക്കാം, നമുക്ക് ഏതെങ്കിലും സിഗ്നൽ സ്പ്ലിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉപയോഗിക്കാം. അതൊന്നും ഇല്ലാതെയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആ പോയിന്റിൽ നിന്ന് എടുത്തിട്ട് ഒരു ഔട്ട്പുട്ട് ഇവിടെ ഒരു RC സോക്കറ്റ് വെച്ചിട്ട് അതിന് പുറത്തേക്ക് എടുക്കാം. അത് നേരെ എടുത്ത് കൊടുത്താൽ മതി. ഈ വോളിയം കൺട്രോളിലൊന്നും അത് കുറേയും കൂടെ ഒന്നുമില്ല. അത് ഡയറക്റ്റ് ആ ആക്റ്റീവായി നിൽക്കുന്ന പവേർഡായി നിൽക്കുന്ന ഏതാണോ ആംപ്ലിഫയർ അതിലാണ് കൺട്രോൾ ആവുന്നത്, ഡയറക്റ്റ് പോകുന്നത്. അതല്ലാത്തത് നമുക്കിവിടെ ബേസ് ട്രബിൾ ടോണൊക്കെ കൺട്രോൾഡ് സിഗ്നൽ നമുക്ക് പുറത്തേക്ക് വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു പവർ മാത്രമുള്ള ആംപ്ലിഫയറിലേക്ക് കൊടുത്താൽ മതി. പവർ ആംപ്ലിഫയർ മാത്രമുള്ളത്, അതിനകത്ത് ടോണോ സെറ്റപ്പോ ഒന്നും ഉണ്ടാവില്ല, വോളിയം മാത്രം ഉണ്ടാവും. അപ്പോൾ അതിലേ കൊടുത്തു കഴിയുമ്പോൾ ഇതിലെ ലെവൽ സെറ്റിംഗ് അനുസരിച്ചിട്ട് അതിനകത്തുള്ള ലെവലിന് എത്രയാണോ വെച്ചാൽ അതിനനുസരിച്ച് അത് കറക്റ്റായി വർക്ക് ചെയ്യും. ആ തരത്തിലും പ്രീ ഔട്ട് എടുക്കാം, കൺട്രോൾഡ് ടോൺ, കൺട്രോൾഡ് പ്രീ ഔട്ട്. അപ്പോൾ അതല്ലാത്ത ആദ്യം പറഞ്ഞ് ലൈൻ ഔട്ട്, ഡയറക്റ്റ് ലൈൻ എവിടെയും കൺട്രോൾ ഇല്ലാതെ ഡയറക്റ്റ് പുറത്തേക്ക് എടുക്കുക, നമ്മൾ ആക്റ്റീവിൽ നമ്മൾ കൺട്രോൾ ചെയ്യുക. മൂന്നാമത്തെ നമുക്ക് സബ് ഓഫറിൻ്റെ സബ് ഔട്ടാണ് വേണ്ടതെങ്കിൽ നമ്മളിവിടെ ഒരു ഫിൽട്ടർ സെക്ഷൻ വരും. ഈ ഫിൽട്ടർ സെക്ഷൻ കഴിഞ്ഞിട്ട് വോളിയം കൺട്രോൾ സബിൻ്റെ വരും. ഈ വരുന്നത് എക്സിറ്റിലേക്ക് ഇടുക, വരുന്ന പിന്ന്, അതായത് സെൻറ്റർ പിന്നല്ല. അപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് ഇതുപോലെ കൺട്രോൾഡ് ആയിരിക്കില്ല, ഫുള്ളായിരിക്കും. അത് അവിടുത്തെ സബിൽ പ്രീയിൽ കൺട്രോൾ ലെവലുണ്ടാവും, അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് തരത്തിൽ വേണമെന്ന് നിങ്ങളെ തീരുമാനമാണ്. നിങ്ങൾ ചെയ്യുന്ന സബ് ഊഫറോ അല്ല ആംപ്ലിഫയറിലോ ചെയ്യേണ്ടത്. ഈ 3 തരത്തിലുള്ള ആവശ്യക്കാരും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഒന്ന് കൺട്രോൾഡും, ഒന്ന് സബ് ലൈൻ ഔട്ടും, സബ് കൺട്രോൾഡ് ഔട്ടും, അതല്ലാതെ ഡയറക്റ്റ് ലൈൻ ഔട്ടും. ഏത് തരത്തിലും ഈ 4 തരത്തിലും എൻ്റെ അടുത്ത് ആൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു പ്രാക്ടിക്കൽ ചെറിയൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അടുത്ത കമൻറ്റ് നമ്മളെ തമ്പനയിൽ, അതായത് ജോക്കർ എന്ന ചാനലിൻ്റെയാണ് കമൻറ്റ്. ബേസ് ഷേക്കറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവോ? ബേസ് ബൂസ്റ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ല, ഒരുപാട് പേര് ബേസ് ഷേക്കർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കാണുന്ന സാധനമാണ് ബേസ് ഷേക്കർ.
ഇതധികം നമ്മളെ ഈ സീറ്റിൻ്റെ അടിയിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഈ ആ യഥാർത്ഥ ഇപ്പോൾ ഒരു ഇമ്പാക്റ്റ് വരുമ്പോൾ അത് ബേസ് അടിക്കും, അതിൻ്റെ കൂടെ ആ ഒരു ഫീലും കൂടി യഥാർത്ഥ ഫിസിക്കലി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷേക്കർ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ അറ്റ്മോസ് ലെവലിലുള്ള തിയേറ്ററുകളിലൊക്കെ ഇങ്ങനത്തെ ബേസ് ഷേക്കർ ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റിൽ വരുന്നുണ്ട്. ചിലർ പറയുന്നത് കേട്ടു, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അനുഭവമില്ല. നമുക്ക് ഇപ്പോൾ ഒരു സബ്വൂഫറിൻ്റെ ചില ടോൺസ് 50യുടെ താഴെ വരുന്ന ഏതെങ്കിലും ഒരു ടോൺ വരുമ്പോൾ നമുക്കൊരു ഷേക്ക് ഫീൽ ചെയ്യണം, നമുക്ക് ഇരിക്കുന്നിടത്തൊരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിന് ബേസ് ഷേക്കർ കൊടുത്തിട്ട് ആ ലെവലിൽ സെറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ എല്ലാവിധ ബേസ് ലെവലും, അതായത് സബ്വൂഫറിലേക്ക് വരുന്ന എല്ലാ ലെവലിനും കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സ്പ്ലോഷൻ ആണെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റിന്, ഒരു ഇടിവെട്ടാണ് ആ ഒരു ഇമ്പാക്റ്റിന്, അതിനൊക്കെ ബേസ് ഷേക്കർ ബെസ്റ്റാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. നമുക്കിവിടെ കിട്ടാനില്ല, ഉഗ്രം വില ചെയ്തുകൊണ്ടും ആരും ആവശ്യക്കാരില്ലാത്തതുകൊണ്ടും ആരും വിൽക്കുന്നുമില്ല കോഴിക്കോട് ജില്ലയിൽ. ഇനി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അടുത്ത ടോംസ് എന്ന ചാനലിലാണ്. അതാണ് നമ്മൾ ലാസ്റ്റ് കമൻറ്റ്, അതാണ് നമ്മളെ ഫ്യൂച്ചർ കമൻറ്റ്, ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന ഒരു കമൻറ്റ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വലുതായിട്ട് വരാനുള്ളത് ഇപ്പോൾ ഉള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ 1,00,000 സംതിങ് ഉണ്ടെങ്കിൽ അതൊരു വാസ്റ്റ് ഓഡിയൻസാണ് ഈ കോഡിങ്, പ്രോഗ്രാമിങ്ങിൽ, മൈക്രോ കൺട്രോളിങ്, ആ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡിലുള്ളത്. അപ്പോൾ നമുക്ക് ചെറുപ്പം മുതൽ നമുക്കുള്ള ആഗ്രഹങ്ങളാണ് ഈ തരത്തിലുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യിക്കുക, ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ടേസ്റ്റുള്ള എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അവൻ ഇലക്ട്രോണിക്സ് അല്ല, അവൻ എന്തോ ജോലിക്ക് വേണ്ടി പോകണം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു എത്ര എണ്ണം ഉണ്ടാക്കി, എന്തൊക്കെ പരീക്ഷിച്ച്, എത്ര പൈസ കളഞ്ഞ്, എന്തൊക്കെ കത്തിച്ചു എന്നുള്ളത് എനിക്ക് തന്നെ ഓർമ്മയില്ല. അത്രയ്ക്കും ചെയ്തിട്ടുണ്ട്. അത്രയും പരീക്ഷണങ്ങളും നടത്തി പൊട്ടിയിട്ടും നന്നായിട്ടും വിജയിച്ചിട്ടും ഒക്കെ ഉണ്ട്. പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സുഹൃത്തുക്കളായിട്ട് പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓർമ്മക്കാണ്. കണ്ടൻറ്റ്, ക്വാളിറ്റി കണ്ടൻറ്റും കൂടെയാണ് ഈ പറഞ്ഞ ടൈറ്റിൽ, ആ വീഡിയോയുടെ ടൈറ്റിൽ എന്ന്, അതായത് ആ പോസ്റ്റിൻ്റെ ടൈറ്റിൽ എന്താ വെച്ചാൽ കണ്ടൻറ്റ് ഷിഫ്റ്റ് അർഡീനോ അല്ലെങ്കിൽ റാസ്ബെറി വെച്ചിട്ട് നമുക്ക് തുടങ്ങിയാലോ എന്നാണ് ചോദിച്ചത്. നല്ല സഹകരണം, എല്ലാവർക്കും നല്ല താല്പര്യമുണ്ട്. അപ്പോൾ അതിനകത്ത് ചോദിച്ചിട്ടുള്ള ടേംസ് എന്ന ആൾ ചോദിച്ചിട്ടുള്ളത് PLC പ്രോഗ്രാമിംഗ് ബേസിക്സ് ഓൾസോ നീഡഡ്. അതായത് ഈ PLC പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു മെഷീൻ കൺട്രോൾ, ഒരു ലൈറ്റിംഗ് കൺട്രോൾ, ഒരു ഹീറ്റിംഗ് കൺട്രോൾ, അങ്ങനത്തെ എന്തെങ്കിലും മോട്ടോർ കൺട്രോൾ, അങ്ങനത്തെ എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനത്തെ എല്ലാത്തിനും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഈ PLC പ്രോഗ്രാമിംഗ് കോഡ്, PLC പ്രോഗ്രാമിംഗ് രീതി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിപ്പോൾ നാട്ടിലിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു സംഭവം, ഏറ്റവും കൂടുതൽ കണ്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ട്രാഫിക് കൺട്രോൾ, നമ്മളെ സിഗ്നൽ ലൈറ്റ് PLC പ്രോഗ്രാമിങ്ങിലാണ് കുറേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ റെയിൽവേ കൺട്രോൾ, റെയിൽവേ അതേപോലെ തന്നെ സിഗ്നൽ കൺട്രോൾ, ഇപ്പം ഓരോ മാളോ ബിൽഡിങ്ങൊക്കെ ആണെങ്കിൽ ഹീറ്റിംഗ്, വെന്റിലേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ആ രീതിയിൽ പരിചയപ്പെടുത്താനാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. 100,000 അഡ്വാൻസ്ഡ് 100,000 സാധനങ്ങളിൽ ഈ സംഗതി വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്തരം പ്രോഗ്രാംസ്. അപ്പോൾ അതിനെ പറ്റിയുള്ളതാണ് ഇവർ ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ പിച്ച വെച്ച് തുടങ്ങേണ്ട വരുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഫസ്റ്റ് കോഡ്, പിന്നെ അതെന്താണ് ഹാർഡ്വെയർ ഏതാ, സോഫ്റ്റ്വെയർ ഏതാ, അതിങ്ങനെ പറഞ്ഞു വരേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഞാൻ മലയാളത്തിൽ നോക്കിയപ്പോൾ എല്ലാവരും ഡയറക്റ്റ് പ്രോഗ്രാമർ കൊണ്ടുവന്നിട്ട് അതിൽ കോഡ് അടിച്ച് കയറ്റിയത് റൺ ചെയ്യിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അത് എനിക്കായാലും ഇപ്പോൾ നമുക്കൊരു ടെക് പഠിച്ചിട്ടുള്ള ഒരു അത്യാവശ്യം ഐഡിയ ഉള്ള ഒരാൾക്ക് ഇത് വാങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ എന്തെങ്കിലും ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ചെയ്യാൻ കഴിയില്ല. അതിനെന്ത് ചെയ്യണം? ഇത് ഇവിടെ കോഡ് ചെയ്യണം, ഇവിടുന്ന് കോഡ് എടുക്കാൻ പറ്റണം. അതാവുമ്പോൾ ഓക്കെ. അത് ഞാനും അത്ര അഡ്വാൻസ് ഒന്നല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും നിങ്ങളും കൂടി ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ഒന്നിച്ചാണ്ട് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. അപ്പോൾ ആ രീതിയിലുള്ള ചില വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സീരിയസ് ആയി തുടങ്ങിയില്ലെങ്കിലും മറ്റേ നമ്മളെ ഇലക്ട്രോണിക്സ് ഫസ്റ്റ് വീഡിയോസൊക്കെ തുടങ്ങിയപോലെ ഷഫിളായി പോകും. അപ്പോൾ അത് ശരിക്കും ഒരു ഓർഡറിൽ വരാം. ഓക്കെ. അപ്പോൾ അതിൽ ആ ഒരു സമയത്തുമ്പോൾ ഈ PLC കൺട്രോളും അല്ലാത്തയും പുതിയതൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ മൺഡേ കോൺബോക്സിലെ കമൻറ്റ്സ് മൊത്തം വായിച്ച് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.